ശ്രീരാഗം സംഗീത സാംസ്കാരിക സമിതി എന്ന പേരിൽ ഒരു സംഗീതത്തിൻ്റെ പ്രാധാന്യം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും കുട്ടികളിലേക്ക് എത്തിക്കുന്നതിനും അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഡോക്ടർ ഓമനക്കുട്ടി ടീച്ചർ വിവരിക്കും എന്താണ് ആ പ്രസ്ഥാനത്തിൻ്റെ പ്രാധാന്യമെന്നും. അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന 9-ാം തീയതി ഭാരത് ഭവനിൽ വെച്ച് സംഗീത അവബോധന പരിപാടി എന്താണ് അത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും തിരുവനന്തപുരം എന്നല്ല കേരള സംസ്ഥാനത്തിലാകമാനം നമ്മുടെ മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ പ്രാധാന്യവും സാധാരണ ജനങ്ങളെ ക്ലാസിക്കൽ സംഗീതത്തിലൂടെ ഈ മലയാള ഗാനങ്ങളിൽ അതിനെ പരിചയപ്പെടുത്തുന്ന വളരെ വലിയൊരു ആശയത്തോടു കൂടി എല്ലാ കുട്ടികളിലും സാധാരണ ജനങ്ങളിലും എത്തിക്കുക എന്നുള്ള ആശയത്തോടു കൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്, ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഇന്ന് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഡോക്ടർ ഓമനക്കുട്ടി ടീച്ചറാണ്. ടീച്ചർ പ്രസിഡൻ്റാണ് ഇതിൻ്റെ. അതുപോലെ ഇതിൻ്റെ സെക്രട്ടറി ശ്രീ മണക്കാട് രാമൻ എന്നൊക്കെ ഏവർക്കും അറിയാം. വയലാർ സാംസ്കാരിക സമിതി ഉൾപ്പെടെ ഒട്ടനവധി സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെ സെക്രട്ടറി അദ്ദേഹമാണ് ഇതിൻ്റെ സെക്രട്ടറി. ശ്രീ ഗോപൻ ശാസ്ത്രമംഗലം എൻ്റെ അടുത്തിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ നേടിയ ടീച്ചർ, നമ്മുടെ ക്ലാസിക്കലിൽ ഉൾപ്പെടെ അല്ലാതെ നിങ്ങൾക്കറിയാവുന്ന മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് ടീച്ചർ സ്റ്റേറ്റ് അവാർഡ് വിന്നറും കൂടെയാണ് ഡോക്ടർ ഭാവന രാധാകൃഷ്ണൻ. അതുപോലെ തന്നെ ഞങ്ങളുടെ മറ്റൊരു കമ്മിറ്റി അംഗം ശ്രീമതി രഞ്ജിനി വർമ്മ, ശ്രീ ഗോപൻ ശാസ്ത്രമംഗലം, ഞാൻ വിജയകുമാർ. ഞങ്ങൾ കമ്മിറ്റി അംഗങ്ങളാണ്. അത്രയും ആൾക്കാരാണ് ഇന്നത്തെ ഈ പ്രധാനമായിട്ട് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞങ്ങളുടെ പ്രസിഡന്റ് എന്ന രീതിയിൽ ഓമനക്കുട്ടി ടീച്ചർ നൽകുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ഒരു പ്രത്യേക പരിപാടിയെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഒരു 5-6 സ്ഥാപനങ്ങൾ ചേർന്ന് നടത്തുന്ന ഒരു പ്രോഗ്രാമാണിത്. വയലാർ സാംസ്കാരിക വേദി, സംഗീതഭാരതി, MG രാധാകൃഷ്ണൻ ഫൗണ്ടേഷൻ, പിന്നെ ആലപ്പുഴ ശ്രീകുമാർ ഫൗണ്ടേഷൻ, ഇതൊക്കെ ചേർന്ന് ഭാരത് ഭവൻ, ഇതുമൊക്കെ കൂടെ ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയാണ്. ഇതുപോലെ ഒരു പരിപാടി നേരത്തെ വന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. സാധാരണഗതിയിൽ ക്ലാസിക്കൽ മ്യൂസിക്കും ലളിതഗാനവും ഒരു കമ്പാരിസൺ എന്നുള്ള രീതിയിൽ നടത്താറുണ്ട് പരിപാടികൾ. പക്ഷേ സാധാരണ ജനങ്ങളെ എപ്രകാരം ക്ലാസിക്കൽ സംഗീതം അവർക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കാം, അതും സിനിമാ പാട്ടുകളിൽ കൂടി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ 4 സംസ്ഥാനങ്ങൾ, അതായത് കേരളം, തമിഴ്നാട്, തെലുങ്ക് പ്രദേശം, പിന്നെ കന്നഡ. ഇതിൽ കേരളം ഒഴിച്ച് മറ്റ് 3 സംസ്ഥാനങ്ങളിലും ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ആസ്വാദനം വളരെയേറെയാണ്. കാരണം ക്ലാസിക്കൽ മ്യൂസിക് അതിനെപ്പറ്റി ആളുകൾ, സാധാരണ ജനങ്ങൾ അവർക്കറിയാം. അപ്പോൾ ആസ്വദിക്കാനും പറ്റും അവർക്ക്. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇവിടെ കേരളത്തിലും ക്ലാസിക്കൽ മ്യൂസിക് എങ്ങനെ സാധാരണ ജനങ്ങൾക്ക് ആസ്വദിക്കപ്പെടാൻ ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതിന് ഞങ്ങൾ ചെയ്യുന്നത് സിനിമാ സംഗീതത്തിൽ കൂടി, അതെല്ലാവർക്കും അറിയാമല്ലോ. സിനിമാ സംഗീതം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പ്രിയപ്പെട്ട സംഗീതമാണ്. ആ സിനിമാ സംഗീതത്തിൽ കൂടി ക്ലാസിക്കലിലേക്ക് കടന്ന് ക്ലാസിക്കലിലെ ഓരോ കാര്യങ്ങൾ പറയുകയും ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ സിനിമാ ഗാനങ്ങളും പാടുകയും ചെയ്യുക എന്നുള്ള ഒരു പരിപാടി ആണിത്. അപ്പോൾ ഈ സിനിമാ ഗാനങ്ങളിൽ കൂടി നമ്മൾ കടന്നു വരുമ്പോൾ ക്ലാസിക്കലിലെ എല്ലാ കാര്യങ്ങളും കുറച്ചൊരു സമ്മറൈസ് ചെയ്തെങ്കിലും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുവഴി സാധാരണ ജനങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും ക്ലാസിക്കൽ മ്യൂസിക്കും സംഗീതവും. അപ്പോൾ സംഗീതം നമ്മൾ ആസ്വദിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? മനസ്സമാധാനം. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതിന് 9-ാം തീയതിയാണ് അത് 5 മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇതിൽ ശ്രീജിത്ത് IPS നേതൃത്വം വഹിക്കും.
അദ്ദേഹം മാത്രമല്ല ഈ കർണാടക സംഗീതത്തിലും ലൈറ്റ് മ്യൂസിക്കിലും അതുപോലെ തന്നെ സിനിമാ ഗാനങ്ങളിലുള്ള എല്ലാ മുതിർന്ന കലാകാരന്മാരും ഇതിൽ പങ്കെടുക്കും. ഇത് പ്രതിമാസ പരിപാടിയാണ്. ഒറ്റ മാസം കൊണ്ട് നമുക്ക് ക്ലാസിക്കൽ മ്യൂസിക്കിനെ പറ്റിയൊന്നും മനസ്സിലാക്കാനൊക്കെയില്ല. സാഗരം പോലെ കിടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് എല്ലാ മാസവും ഉണ്ടായിരിക്കും. എല്ലാ മാസവും ഓരോ രാഗത്തെ പറ്റിയായിരിക്കും പറയുന്നത്. അതിൻ്റെ പാട്ടുകളായിരിക്കും അവതരിപ്പിക്കുക. ക്ലാസിക്കലിലും ഉള്ള പാട്ടുകൾ അതിൻ്റെ പല്ലവിയെങ്കിലും അവതരിപ്പിക്കും. അങ്ങനെ മനുഷ്യ മനസ്സിലേക്ക് കർണാടക സംഗീതവും പൊതുവെ സംഗീതവും കടത്താനുള്ള ഒരു ഉപാധിയാണ് ഈ പ്രോഗ്രാം. ഇതിന് എല്ലാവരും പങ്കെടുക്കണം. നിങ്ങളെല്ലാവരും ചാനൽസും മാധ്യമങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കണം. ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് അടുത്ത പരിപാടി നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും വരണം. ഞാൻ ഇതിൻ്റെ സെക്രട്ടറി വയലാർ സാംസ്കാരിക വേദിയുടെ സെക്രട്ടറിയായ രാമചന്ദ്രന് മൈക്ക് കൈമാറുന്നു. നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചേച്ചി പറഞ്ഞു കഴിഞ്ഞു, ഓമന ചേച്ചി പറഞ്ഞു കഴിഞ്ഞു. ഇവിടുന്ന് പത്രക്കാരുടെ നമ്മളെ ദൃശ്യ മാധ്യമ പ്രവർത്തകരുടെ എല്ലാവരുടെയും സഹകരണം 9-ാം തീയതി വൈകുന്നേരം ഭാരത് ഭവനിൽ ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രി ഉദ്ഘാടനം ചെയ്യും. അതുപോലെ ശ്രീജിത്ത് 3 നമ്മളെ ഗാനങ്ങൾ, ദേശഭക്തി ഗാനം അടക്കമുള്ള ഗാനങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടെന്ന്, മതമൈത്രി ഗാനങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാവരും സഹകരിച്ച് ഈ പരിപാടിക്ക് വേണ്ടവിധ ഉള്ള ഈ പ്രചാരം തരണമെന്ന് അപേക്ഷിക്കുന്നു. അതിൻ്റെ കൂടെ നമ്മൾ ഓഡിയൻസിനെ പാടിപ്പിക്കുക എന്നുള്ള ഒരു ചടങ്ങ് കൂടി അതിൻ്റെ കൂടെ ഉണ്ട്. അതിൽ പങ്കെടുക്കുന്നവരെ കൊണ്ട് അത് പാടിപ്പിക്കുന്നതാണ്. എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണം യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ വഴി മാത്രമേ ഇതൊക്കെ എല്ലായിടത്തും എത്തുകയുള്ളൂ. നിങ്ങളുടെ എല്ലാം പൂർണ്ണ സഹകരണം വേണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി പറയാൻ തിരുവനന്തപുരം ഭാരത് ഭവനിൽ വെച്ചാണ് പരിപാടി 5 മണിക്ക്. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഈ 9-ാം തീയതി വരാൻ പോകുന്ന പ്രോഗ്രാമിനെ കുറിച്ച് ഉള്ള വിശദീകരണം ഓമനക്കുട്ടി ടീച്ചറും ബാക്കി എല്ലാവരും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. വളരെ പ്രത്യേകതകളുള്ള ഒരു പ്രോഗ്രാമാണിത്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ക്ലാസിക്കൽ സംഗീതം നമ്മളെല്ലാം അവതരിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ സിനിമാ സംഗീതവും ഞാൻ അടക്കം പലരും അവതരിപ്പിക്കാറുണ്ട്. പക്ഷേ ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് നമ്മുടെ ജനങ്ങൾക്കിപ്പോൾ ആവശ്യമുള്ളൊരു കാര്യമാണ് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള സംഗീത പദ്ധതി. അതായത് ക്ലാസിക്കൽ സംഗീതം നമ്മൾ കൈവിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല പല വിധത്തിലുള്ള പുതിയ മാർഗങ്ങളും ആൾക്കാർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ക്ലാസിക്കൽ സംഗീതത്തിനെ എങ്ങനെ നമ്മുടെ പുതിയ തലമുറയിലേക്ക് ആസ്വദിപ്പിക്കാം, അല്ലെങ്കിൽ അവർക്ക് പകർന്നു കൊടുക്കാം എന്നുള്ളതിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ടീച്ചർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണിത്. അതായത് ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ അതിൻ്റെ തനിമ ചോരാതെ അത് എന്താണെന്ന് മനസ്സിലാക്കുകയും അതുപോലെ ഏറ്റവും ജനകീയമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും ആസ്വാദ്യകരമായിട്ടുള്ള സിനിമാ സംഗീതം വഴി അതിലേക്ക് എങ്ങനെ പോകാം. അപ്പോൾ അത് കുറച്ചും കൂടി എളുപ്പമുള്ള മാർഗമാണ്. കാരണം എല്ലാവർക്കും സിനിമാ സംഗീതം വളരെ ആസ്വാദ്യകരം തന്നെയാണ്. പക്ഷേ അതിൽ അന്തർലീനമായിട്ടുള്ള രാഗങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസിക്കൽ രാഗങ്ങളെക്കുറിച്ചോ ആരും അത്ര ബോധവാന്മാരല്ല. അപ്പോൾ അത് മനസ്സിലാക്കുകയാണെങ്കിൽ എല്ലാവർക്കും കുറച്ചുകൂടെ സംഗീതത്തിനോട് അടുക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ ഒരു പദ്ധതി ടീച്ചർ ഇവിടെ തുടങ്ങി വയ്ക്കുന്നതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട്. ഞാനും അതിൽ സഹകരിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അപ്പോൾ ഈ പദ്ധതിയിൽ ഓരോരോ മാസത്തിലും ഓരോ രാഗത്തിനെ പരിചയപ്പെടുത്തുകയും അതിലുള്ള ക്ലാസിക്കൽ സംഗീതത്തിലെ കീർത്തനങ്ങൾ അതുവഴി തന്നെ അത് പാടുകയും അതുപോലെ തന്നെ സിനിമാ ഗാനങ്ങൾ, ആ രാഗത്തിലുള്ള സിനിമാ ഗാനങ്ങൾ പാടുകയും പിന്നെ ഓഡിയൻസിനെ കൊണ്ട് അതിൻ്റെ ആ രാഗത്തിൻ്റെ രാഗലക്ഷണത്തിനനുസരിച്ചിട്ടുള്ള സ്വരങ്ങൾ പാടിക്കുകയും അതുപോലെ എന്തെങ്കിലും ലൈറ്റായിട്ട് അവർക്ക് ആ രാഗത്തിനെ അറിയാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും പാടിക്കുകയും ചെയ്തിട്ട് പ്രാക്ടിക്കലായിട്ട് കൂടെ ഒരു നോളജ് അവരിൽ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു വളരെ പ്രയോജനകരമായ, പൊതുജനങ്ങൾക്ക് പ്രയോജനകരമായ ഒരു പദ്ധതിയാണിത്. അപ്പോൾ എല്ലാവരും ഇതിൽ സഹകരിക്കണം. ഈ
പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. എന്തെങ്കിലും ചോദ്യം